അതേമാതിരി തന്നെയാണ് അവൾ എഴുതുന്നത്. അതിപ്പോൾ ഒന്ന് നീട്ടി പാടുമ്പോൾ അത് പാട്ടായി മാറുന്നു. എത്രയും ബഹുമാനപ്പെട്ട് എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാൽ ഏറെ പീരീഷത്തിൽ ചൊല്ലിയിടുന്നു വസലാം. അങ്ങനെ തുടങ്ങി. പിന്നെ തുടർന്ന് ഞങ്ങൾക്കെല്ലാം സുഖമാണീ വീട് എന്നു തന്നെ എഴുതിയിടട്ടെ, മാറുനാട്ടിൽ നിങ്ങൾക്കും അതിലേറെ ക്ഷേമമാണെന്ന് കരുതി സന്തോഷിക്കട്ടെ. അങ്ങനെ അവൾ എഴുതി തുടങ്ങുമ്പോൾ പലതും വരുമല്ലോ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്. ഈ എഴുതുന്ന പെണ്ണ് എന്റെ സങ്കല്പത്തിൽ ഇവിടെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു മാപ്പിള പെണ്ണാണ്. എൻ്റെ അന്നത്തെ സങ്കല്പം അതാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയിൽ കിഴക്കൻ ഏറനാട്ടിലെ ഒരു മാപ്പിള പെണ്ണ്, മുസ്ലിംസാണ്. അങ്ങനെ അപ്പൊ അവളെ ആ ചിത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ഒരു സാധാരണ ഒരു പെണ്ണ്, ഒരു മാപ്പിള പെണ്ണ്, മലപ്പുറം ജില്ലയിലെ കിഴക്കൻ ഏറനാട്ടിലെ ഒരു മാപ്പിള പെണ്ണ് അവളുടെ ഭർത്താവിന് ഒരു കത്തെഴുതുന്നു. അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ തുടങ്ങി വെച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് എഴുതിയറിയിക്കാൻ കാര്യങ്ങൾ 100 എഴുതുകയല്ലാതെ വേറെന്തു വഴിയുണ്ട്, എൻ മിഴികൾ തൂകും കണ്ണു നീരതു കണ്ട് എൻ കരവേദന കാണുവാനാരുണ്ട്, എങ്ങനെ ഞാൻ പറയും ഈ കത്തിന് ഉടനടി ഒരു മറുപടി തന്ന് സംഗീതം തീർത്തിടണേ, ഇടയ്ക്കിടെ എന്നെയും ഓർത്തിടണേ. ഇവിടെ പിന്നെ ഇതാണ്, മധുവിധു നാളുകൾ മനസ്സിൽ കളിക്കുന്നു, മദനക്കിനാവുകൾ മാറോടണയ്ക്കുന്നു, മലരണി രാത്രികൾ മഞ്ഞിൽ കുളിക്കുന്നു, മണിയറക്കട്ടിയിലോ മാടി വിളിക്കുന്നു, എങ്ങനെ ഞാൻ ഉറങ്ങും, കിടന്നാലും എങ്ങനെയുറക്കം വരും, ഉറങ്ങിയാലും മധുവിധു അതിൻ പുതു പുതു സ്വപ്നം കണ്ടു ഞെട്ടിയുണരും, തലയണ കൊണ്ട് കെട്ടി പുണരും. അങ്ങനെ പോകുന്നു. ഇനിയുണ്ട്. പിന്നെ അവൾക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടീനെ പറ്റി പറയുന്നുണ്ട്. 2-4 വർഷം മുമ്പ് നിങ്ങൾ വന്ന് 8-10 നാളുകൾ മാത്രം വീട്ടിൽ നിന്ന് അതിലുണ്ടായൊരു കുഞ്ഞിന് 3 വയസ്സായിന്ന് അവനെന്നും ചോദിക്കും ബാപ്പ എവിടെയെന്ന്, ഓടിച്ചാടിക്കളിക്കും മോൻ ബാപ്പാനെ മാടി മാടി വിളിക്കും, അത് കാണുമ്പോൾ ഉടനീടും ഇടനെഞ്ച് പിടഞ്ഞിടും പൂക്കുഞ്ഞി പൈതലല്ലേ, ആ മുഖം കാണാൻ പൂതി നിങ്ങൾക്കുമില്ലേ. 95-100ഓളം വരികൾ വരും എല്ലാം കൂടി കൂട്ടുമ്പോൾ. അതിന് പല കാര്യങ്ങളും അവൾ ഇനിയും പറയുന്നുണ്ട്. എൻ പ്രിയമാരഞ്ഞി ദുനിയാവിനക്കര ഏങ്ങിക്കരഞ്ഞ് തുടിക്കും ഞാനിക്കര, ഇടയിലൻ കൽബ് പോൽ അലറും കടൽ തിര, ഈ ജീവിതം വെറും നരകാഗ്നി താഴ്വര, എന്തിന് ജീവിക്കുന്നു നിങ്ങൾ തീയിൽ ഇട്ടെന്നെ വേവിക്കുന്നു, വില്ലമ്പേറ്റ് പിടഞ്ഞിടും ഒരു കുരുവിയ, മധുരം നിറച്ചോരൻ മാംസപ്പൂവൻ പഴം. നിങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കണം. ഇത് വിമർശിക്കാൻ ഇതിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പോലെ അല്ലെങ്കിൽ ഇതേ ആശയം തന്നെ വെച്ചുകൊണ്ട് ഇതിനേക്കാൾ ഒതുക്കത്തിൽ അശ്ലീലമില്ലാതെ ആഭാസമില്ലാതെ ഒരു 4 വരി എഴുതട്ടെ എന്ന് എസ് എ ജമീൽ ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് പല സ്റ്റേജിലും. അപ്പൊ അതിന്റെ വരികൾ ഇതാണ്. മധുരം നിറച്ചോരൻ മാംസപ്പൂവൻ പഴം, മറ്റാർക്കും തിന്നാൻ കൊടുക്കൂലൊരിക്കലും, മരിക്കോളം ഈ വീഥി കാക്കും ഞാനെങ്കിലും, മലക്കല്ല ഞാൻ പെണ്ണെന്നോർക്കേണം നിങ്ങളും, യൗവന പൂവഴിഞ്ഞേ 17ന്റെ പൂവന പൂക്കൊഴിഞ്ഞേ, താരുണ്യത്തിൽ കടഞ്ഞെടുത്തപ്പോൾ കൂടമൊടുവിൽ ഞാൻ കാഴ്ചപ്പണ്ടം മാത്രമായി ഒഴിഞ്ഞിട്ട നേർച്ചക്കോഴി പോലെയായി. അറബിപ്പൊൻ വിളയും മരുമണൽ കാട്ടിൽ
അറബിപ്പും വിളയും മറുമണൽ കാട്ടില്, അകലെ അബൂദാബി ഗൾഫിന്റെ നാട്ടില്, അധ്വാനിക്കും നിങ്ങൾ സൂര്യന്റെ ചോട്ടില്, അനുഭവിക്കാൻ ഞാനും കുട്ടിയും ഈ വീട്ടില്. ഞാനൊന്ന് ചോദിക്കുന്നു, ഈ കോലത്തില് എന്തിന് സമ്പാദിക്കുന്നു? ഒന്നുമില്ലെങ്കിലും തമ്മിൽ കണ്ടുകൊണ്ട് നമ്മൾ രണ്ടും ഒരു പാത്രത്തിൽ ഉണ്ണാമല്ലോ, ഒരു പായ് വിരിച്ചൊന്നിച്ചുറങ്ങാമല്ലോ. അതിൻ്റെ അടുത്ത് ഉള്ള വരിയാണ്. പിന്നെ അവസാനം കത്തുവായി ചൂടൻ കണ്ണുനീർ വാർക്കണ്ട, കഴിഞ്ഞു പോയതിനി ഒന്നുമേ ഓർക്കണ്ട, കഴിവുള്ള കാലം കളഞ്ഞിനി തീർക്കണ്ട. അതിൻ്റെ ഇടയിൽ ഏതോ വരിയുണ്ട്, തീർക്കണ്ട. യാത്ര തിരിക്കുമല്ലോ നിങ്ങൾക്കായി, യാത്ര തിരിക്കുമല്ലോ എനിക്കാ മുഖം കണ്ട് മരിക്കാമല്ലോ. നിങ്ങൾക്കായി തട്ടിക്കൊട്ടി കട്ടിലിട്ട് പട്ടി വിരിച്ചറയൊന്നൊരുക്കിയിടട്ടെ, തൽക്കാലം ഞാൻ കത്ത് ചുരുക്കിയിടട്ടെ.